إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കഴിവിനനുസരിച്ച് പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കർബല സംഭവം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ചാണ് കർബല സംഭവം എന്ന് ചരിത്രത്തിൽ പറയപ്പെടാറുള്ളത്. അതിനെ സംബന്ധിച്ച് മുസ്ലിം ലോകത്തുള്ള സുന്നി ഷിയ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ചർച്ചയും തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. അറിവില്ലാതെ, അതല്ലെങ്കിൽ സ്രോതസ്സുകൾ ഉറപ്പുവരുത്താതെ നേടുന്ന അറിവുകൾ മുഖേന അരുതാത്ത, പാടില്ലാത്ത പല പരാമർശങ്ങളും ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അഹ്ലുസുന്നയിൽ തന്നെ ഉള്ള ആളുകളിൽ നിന്ന് കടന്നു വരുന്നു. അതായത് പണ്ഡിതന്മാരെ ഉദ്ദേശിച്ചല്ല, ഈ സംഭവം ശ്രദ്ധിക്കുന്ന പണ്ഡിതന്മാരല്ലാത്ത, കാര്യങ്ങളിൽ വിഷയങ്ങൾ ഉറപ്പുവരുത്താത്ത ആളുകൾ ഇതിനെ സംബന്ധിച്ച് പലപ്പോഴും ഷിയാക്കളുടെ വാദം തന്നെ, അല്ലെങ്കിൽ ഖവാരിജിന്റെ വാദം തന്നെ പറയുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് കർബലയിൽ നടന്നത്, അതിനെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്, ഇത് നാം അറിഞ്ഞിരിക്കുക എന്നത് നമ്മുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച്, അഥവാ മുസ്ലിമുകളുടെ ഈ വിഷയത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് നിർബന്ധമാണ്. കർബലയെ പല നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നവർ കേരളക്കരയിൽ തന്നെ, മലയാളികൾക്കിടയിൽ തന്നെ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൽ യഥാർത്ഥമായി എന്താണ് നടന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ അഹ്ലുസുന്ന വിശദീകരിക്കുന്ന വശം എന്താണ്, അത് നമ്മൾ അറിയണം. ഷിയാക്കൾ അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളായി കടന്നു വരാം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ മാത്രമാണ്, അഥവാ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ ഭാര്യയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇങ്ങനെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ മാത്രമാകുന്നു എന്ന വാദം കൊണ്ട് സാധാരണ ഷിയാക്കൾ നടക്കാറുണ്ട്. ആ വിഷയത്തിൽ കർബലയുമായി ബന്ധപ്പെടുത്തി അവർ സംസാരിക്കും. കർബല സംഭവത്തിൽ സഹാബത്തിനോ അതല്ലെങ്കിൽ സഹാബത്തിനെ പിന്താങ്ങുന്ന അഹ്ലുസുന്ന എന്ന് പറയുന്ന ആളുകൾക്കോ താല്പര്യമില്ല, അവർക്കതിൽ വിഷമമില്ല. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിൽ സങ്കടം രേഖപ്പെടുത്താത്തവരാണ്.
എന്നൊക്കെ ഷിയാക്കൾ അഹ്ലുസുന്നയെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹവും പ്രേമവും ഉള്ളത് ഞങ്ങൾക്കാണ് എന്ന് വരുത്തി തീർക്കാൻ മുഹറം 10 അവർ പ്രത്യേകമായ ചില പരിപാടികളും കൊണ്ടു നടക്കാറുണ്ട്. അവിടെയാണ് അഹ്ലുസുന്നയെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൻ ഖതല ഹുസൈന, ആരാണോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്, ഔ അആന അലാ ഖത്ലിഹി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് സഹായിച്ചത്, ഔ റദിയ ബിദാലിക, അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ സംതൃപ്തി അടഞ്ഞത്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായികതി, മലക്കുകളുടെ ശാപമുണ്ട്, വന്നാസി അജ്മഈൻ, മനുഷ്യലോകത്തിന്റെ മുഴുവൻ ശാപം അവർക്കുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അയാളിൽ നിന്നുള്ള കൈകാര്യങ്ങൾ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സഹാബത്ത് മുതലുള്ളവരുടെ ആശയാദർശമായി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പ്രഖ്യാപിച്ചതാണിത്. അവർക്ക് മുസ്ലിങ്ങളുടെ സപ്പോർട്ടില്ല എന്നാണ്. എന്നാൽ ഷിയാക്കൾ വാദിക്കുന്നു സഹാബികൾ മുതലുള്ളവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലക്ക് കൊടുത്തു എന്നാണ് ഷിയാക്കൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് സഹാബത്തിന് അഹ്ലുസുന്നക്ക് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പ്രവചിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ദഖല അലയ്യൽ ബൈത മലകുൻ, എൻ്റെ അടുത്തൊരു മലക്ക് വന്നു, ലം യദ്ഖുൽ അലയ്യ ഖബ്ലഹ, ആ മലക്ക് എനിക്ക് എന്റെ അടുത്ത് മുമ്പ് വന്നിട്ടില്ല. ജിബ്രീലല്ലാത്തൊരു മലക്ക്. മറ്റു റിപ്പോർട്ടിൽ കാണാം മീകായിലാകുന്നു, മഴക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് വന്നത് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അഥവാ വഹീന് സാധാരണ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നിടത്ത് മറ്റൊരു മലക്കന്റെ അരികിൽ വന്നു. ഫഖാല ലീ, എന്നിട്ട് എന്നോട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ബിനക ഹാദാ ഹുസൈൻ മഖ്തൂൽ, നിങ്ങളുടെ മകൻ, പേരമകൻ ഹുസൈൻ ഉണ്ടല്ലോ, അദ്ദേഹം കൊല്ലപ്പെടാനിരിക്കുന്നു. വഇൻ ശിഅത അറൈതുക മിൻ തുർബത്തിൽ അർളി അല്ലതി യുഖ്തലു ബിഹാ, അദ്ദേഹം കൊല്ലപ്പെടുന്ന സ്ഥലത്തെ മണ്ണ് ഞാൻ താങ്കൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഫഅഖ്റജ തുർബതൻ ഹംറാ, ചുവന്ന മണ്ണ് ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രദർശിപ്പിച്ചു എന്ന് ഹദീസിൽ കാണാം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടും, അദ്ദേഹം ഷഹീദാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ അറിയിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചന. ഇത് ആർക്കറിയാം? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അടക്കം അറിയാം ഞാൻ കൊല്ലപ്പെടുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും പറഞ്ഞ വാക്കുകൾ ഇതോടൊപ്പം സഹാബത്ത് മനസ്സിൽ വഹിച്ചിട്ടുണ്ട്. മൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനി, റസൂലുള്ളാഹി അവരെ കുറിച്ച് പറഞ്ഞു, എൻ്റെ പേരമക്കൾ ഹസനെയും ഹുസൈനെയും ആര് ഇഷ്ടപ്പെടുന്നുവോ അവർ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വമൻ അബ്ഗളഹുമാ ഫഖദ് അബ്ഗളനി, അവരാരാണോ വെറുത്തത് അവർ എന്നെയാണ് വെറുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളായിരിക്കും. ഇതൊക്കെ സഹാബത്തിന്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ഈ സഹാബത്തിന് ഹസനോടും ഹുസൈനോടും സ്നേഹമില്ലായിരുന്നു, ആ ഹുസൈൻ റളിയല്ലാഹുവിനെ കൊലക്ക് കൊടുത്തു എന്ന് ശിയാക്കൾ വാദിക്കുന്നു. എന്താണ് അവിടെ നടന്ന സംഭവം? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമുണ്ടായിരുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു മുഖേന മുസ്ലിങ്ങളിലെ രണ്ട് കക്ഷികൾക്കിടയിൽ അല്ലാഹു ഐക്യം കൊണ്ടുവരുമെന്ന്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം 6 മാസം ഹസൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ ഖിലാഫത്ത് ഏറ്റെടുത്തു. 6 മാസം കഴിഞ്ഞ് ഹിജ്റ ഷാം ഭരിച്ചിരുന്ന, ഷാമിലെ ആളുകൾ ഖലീഫയായി നിശ്ചയിച്ചിരുന്ന, അവർ ബൈഅത്ത് ചെയ്തിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ തന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ 2 ചേരിയായി നിന്നിരുന്ന മുസ്ലിങ്ങൾ ഒന്നായി മാറുന്ന ചരിത്രം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിരുന്നു. അത് നടക്കുന്നത് ഹിജ്റ 41-ലാണ്.
ഹിജ്റ 41 റബീഉൽ അവ്വൽ. അതിനുശേഷം ഹസൻ റളിയല്ലാഹു അൻഹു സ്ഥാനമേൽക്കാതെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ, മുആവിയ റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ കീഴിൽ ജീവിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു ആ ചെയ്ത പ്രവൃത്തിയിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അതുവരെ സപ്പോർട്ട് ചെയ്ത ഷിയാക്കൾക്ക് ഇഷ്ടമില്ലായിരുന്നു, അവർക്കത് രസിച്ചില്ല. അവർ ആ വിഷയത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഒറ്റപ്പെടുത്തി. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അവർ അവഗണിച്ചു. അവരുടെ താല്പര്യം മുസ്ലിങ്ങൾ രണ്ട് ചേരിയായി നിൽക്കണമെന്നായിരുന്നു ഷിയാക്കളുടെ താല്പര്യം. അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് ഹിജ്റ 41 ഈ ഡേറ്റുകളിലൂടെ നമ്മൾ കടന്നു പോകണം. ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ജീവിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരമക്കളായ ഹസനോടും ഹുസൈനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമ്മാവനാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു ഹസനെയും ഹുസൈനെയും റളിയല്ലാഹു അൻഹുമ വല്ലാതെ ആദരിച്ചിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ച് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 5 വർഷമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. 6 വർഷം ഹസൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 5 വർഷമാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ 5 വർഷം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹു ആദരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഷാമിലേക്ക് ഇവർ സന്ദർശനം നടത്താറുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് മുആവിയ റളിയല്ലാഹു അൻഹു അവരെ സ്വീകരിക്കും, ആദരിക്കും, അവർക്ക് സമ്മാനങ്ങൾ നൽകും. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. പക്ഷേ ഷിയാക്കൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് കാരണമാണ് ഷിയാക്കൾ ആരോപിക്കുന്നു. അവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബത്തെ നിങ്ങൾ ശപിക്കരുത്, ചീത്ത പറയരുത്. അതാണ് അഹ്ലുസ് സുന്നന്റെ അഖീദ. ഷിയാക്കളുടെ അഖീദ സഹാബത്തിനെ ചീത്ത പറയണമെന്നാണ്, സഹാബത്തിനെ ശപിക്കണമെന്നാണ്. ആ ഷിയാക്കൾ ഇന്ന് കേരളത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ആ ആശയത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതധാരികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, സഹാബത്തിനെ ചീത്ത പറയരുത്, അത് അഹ്ലുസ് സുന്നന്റെ അഖീദയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആദരിക്കുന്നു. അങ്ങനെ ഹിജ്റ 49 ഹിജ്റ 41 ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം ഏൽപ്പിക്കുന്നത്. ഹിജ്റ 49 മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നു. ആദ്യം ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. ഹിജ്റ 41 ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്, അതല്ല നമ്മുടെ ഉദ്ദേശം, നമ്മുടെ വിഷയം. ഹിജ്റ 60ാമത്തെ വർഷം മുആവിയ റളിയല്ലാഹു അൻഹു ഹിജ്റ 60 റജബിൽ വഫാത്താവുന്നു. അദ്ദേഹം വഫാത്താവുന്നതിന് മുമ്പ് ഭരണം മകനായ യസീദ് ഇബ്നു മുആവിയക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നതിന് മുമ്പ് ഹിജ്റ 60 യസീദ് ഇബ്നു മുആവിയയെ അടുത്ത ഭരണാധികാരിയായി നിശ്ചയിക്കുന്നു. ഇത് ഹിജ്റ 60 റജബിലാണ് നടക്കുന്നത്. യസീദ് ഇബ്നു മുആവിയ ഭരണമേറ്റപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ആരൊക്കെയുണ്ടോ ആ ആളുകൾ യസീദ് ഇബ്നു മുആവിയക്ക് ബൈഅത്ത് ചെയ്യുക എന്ന ഒരു കർത്തവ്യമുണ്ട്, ഒരു കർമ്മം അവിടെയുണ്ട്. അങ്ങനെ ലോകത്തിന്റെ ഇസ്ലാമിക ഭരണമുള്ള എല്ലാ പ്രദേശത്തേക്കും ഗവർണർമാരെ പറഞ്ഞയച്ചു. പുതിയ രാജാവ്, പുതിയ ഖലീഫ അത് യസീദ് ഇബ്നു മുആവിയയാണ്. അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യണമെന്ന ആവശ്യപ്രകാരം ഓരോ പ്രദേശത്തേക്കും പ്രതിനിധികളായി ഗവർണർമാരെ പറഞ്ഞയച്ചു. മക്കയിലേക്കും ഗവർണർ എത്തി. വലീദ് ഇബ്നു ഉത്ബ എന്ന യസീദ് ഇബ്നു മുആവിയയുടെ ഗവർണർ മദീനയിലെത്തി. മദീനയിൽ ആ സന്ദർഭത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്. പല സഹാബത്തും ഉണ്ട്. അതിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും യസീദ് ഖലീഫയായപ്പോൾ അദ്ദേഹത്തെ ഖലീഫയായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു. അവർ അത് താല്പര്യം കാണിച്ചില്ല. യസീദ് ഖിലാഫത്തിന് യോഗ്യനല്ല എന്ന ഒരു കാരണം
മനസ്സിലാക്കിക്കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മറ്റു ചില സഹാബത്തൊക്കെ യസീദിന്റെ ബൈഅത്ത് ചെയ്യുന്നത് വിസമ്മതിച്ചു. ഇത് നടക്കുന്നത് ഹിജറ 60 ഹിജറ 61 മുഹറം 10 മുആവിയ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. അതിന് മുമ്പുള്ള ചരിത്രമാണിത്. അങ്ങനെ ആ രാത്രി വലീദ് എന്ന് പറയുന്ന ഗവർണർ മദീനയിലേക്ക് ബൈഅത്ത് ആവശ്യപ്പെട്ട ആ രാത്രിയിൽ എത്തിയ അന്നത്തെ രാത്രിയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു സുബൈറും മക്കയിലേക്ക് നാടുവിട്ടു. യസീദിന് ബൈഅത്ത് ചെയ്യാനുള്ള വിമുഖത കാരണം മക്കയിലേക്ക് നാടുവിട്ടു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും, ആരാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ? നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രത്തിലെ 4 അബ്ദുള്ളമാർ. ചെറുപ്പത്തിൻ്റെ തിളക്കത്തിൽ അറിവ് ചോദിച്ചു വാങ്ങി, തേടി അന്വേഷിച്ച് പിടിച്ച് സഹാബത്തിൻ്റെ ഇടയിൽ അറിവ് പ്രചരിപ്പിക്കുകയും അറിവ് ഉള്ളവരെടുത്ത് യാത്ര ചെയ്ത് അന്വേഷിച്ചെടുക്കുകയും ചെയ്ത 4 അബ്ദുള്ളമാർ സഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. അതിലൊരു അബ്ദുള്ള മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറും ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിലെത്തുന്നു. അങ്ങനെ മക്കയിലെത്തിയ സന്ദർഭത്തിലാണ് യസീദ് ഇബ്നു മുആവിയക്ക് ബൈഅത്ത് ചെയ്യാൻ വിമുഖത കാണിച്ച, അല്ലെങ്കിൽ യസീദ് ഇബ്നു മുആവിയയുടെ ഖിലാഫത്തിൽ താല്പര്യമില്ലാത്ത കുറേ ആളുകൾ എവിടെയുണ്ടായിരുന്നു? ഈ പറയുന്ന ഷാമിലുണ്ടായിരുന്നു, കൂഫയിലും പരിസരത്തുണ്ടായിരുന്നു. നമ്മുടെ കൂഫയിലേക്ക് ചരിത്രം ചുരുക്കുകയാണ്. അപ്പോൾ ഈ കൂഫയിൽ നിന്നുള്ള കൂഫയിലുള്ള ആളുകൾക്ക് പണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഒറ്റപ്പെടുത്തിയവർ അവരാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കൊലക്ക് വിട്ടുകൊടുത്തവർ അവരാണ്. ഈ കൂഫക്കാരായിരുന്ന ഞങ്ങൾ അലിയുടെ ആളുകളാണെന്ന് വാദിച്ച് എന്ന അവസരോചിതമായി ഒറ്റപ്പെടുത്തി അലി റളിയല്ലാഹു അൻഹുവിനെ കൊലക്ക് വിട്ടുകൊടുത്ത കൂഫക്കാർ, ഇവര് ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിന് ഖിലാഫത്ത് അംഗീകരിക്കാതെ നാടുവിട്ട വിവരം അറിഞ്ഞു. ഇവർ മക്കയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തുകൾ അയക്കാൻ തുടങ്ങി. നിങ്ങളിവിടെ വരണം, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, വേറെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. യസീദിൻ്റെ ഖിലാഫത്തേറ്റ് യസീദ് പൊയ്ക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ ബൈഅത്ത് ചെയ്യാൻ തയ്യാറാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് കൂഫയിലേക്ക് കടന്നു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 500ഓളം കത്തുകൾ കൂഫക്കാർ അയക്കുന്നു. 500ഓളം കത്തുകൾ. ഈ കത്തയക്കുന്നവരിൽ പറയുമ്പം യസീദിൻ്റെ സൈന്യത്തിലുള്ള ആളുകൾ വരെയുണ്ട്. അവർ മനസ്സുകൊണ്ട് യസീദിനോട് തൃപ്തിയുള്ളവരല്ലായിരുന്നു. എന്നാൽ പുറത്ത് നിർവാഹമില്ലാത്തത് കൊണ്ട് യസീദിൻ്റെ ആളുകളായി നിന്നു. ഇവർ പലരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കപട വാഗ്ദാനം ചെയ്തുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അവർക്ക് ആണത്തമില്ലായിരുന്നു എന്ന് വേണം ചരിത്രത്തിൻ്റെ പരാമർശം അനുസരിച്ച് പറയാൻ. അവർ ഒരു നിലക്കും ഒരു മനുഷ്യൻ്റെ കൂടെയും പറഞ്ഞ പോലെ നിൽക്കാതെ കാലുവാരി ഒളിച്ചോടുന്ന, കൊലക്ക് കൊടുക്കുന്ന ചരിത്രമായിരുന്നു ഷിയാക്കളുടേത്, കൂഫക്കാരുടേത്. അതാരാ പറയണത്? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും പറയുന്നുണ്ട്, ഷിയാക്കളിലെ ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന കൂഫക്കാർ മക്കയിലെത്തിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അതല്ലാത്ത വേറെ ഉദ്ദേശമില്ലായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ് കത്തുകളിലൂടെ ആവശ്യപ്പെട്ട് ചിലർ നേരിട്ട് വന്ന് കണ്ടു, നിങ്ങൾ കൂഫയിലേക്ക് വരണം, നിങ്ങൾ കൂഫയിൽ ഞങ്ങളുടെ ഖലീഫയായി കയറണം, ഞങ്ങളുടെ ഖലീഫയായി താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം, നിങ്ങൾ കൂഫയിലേക്ക് ഒന്ന് വന്നാൽ മതി എന്നാണ് ഇവർ കത്തിലൂടെയും മറ്റും ആവശ്യപ്പെട്ടത്. ആവശ്യപ്പെട്ടതായിരുന്നു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിരവധി കത്തുകൾ ഇവർ കൊണ്ടുവന്നപ്പം, നിരവധി കത്തുകൾ ഇവർ അയച്ചപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്താ നിജസ്ഥിതി അറിയാൻ വേണ്ടി, ഞാൻ പോവേണ്ടതുണ്ടോ, അവിടെ പോയാൽ കാര്യങ്ങൾ റെഡിയാകുമോ എന്നറിയാൻ വേണ്ടി ഒരു പ്രതിനിധിയെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടേക്ക് അയക്കുകയാണ്. ആരാണ് ആ പ്രതിനിധി? മഹാനായ മുസ്ലിം ഇബ്നു ഉഖൈൽ, നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് മുസ്ലിം ഇബ്നു ഉഖൈൽ. അദ്ദേഹത്തിനെ ദൂതനായി അയച്ചു. അദ്ദേഹം അവിടെ എത്തി. മുസ്ലിം ഇബ്നു ഉഖൈൽ അവിടെ എത്തി. മുസ്ലിം ഇബ്നു ഉഖൈൽ കൂഫയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് കൂഫക്കാർ അറിഞ്ഞു. മുസ്ലിം ഇബ്നു ഉഖൈലിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അവർ ബൈഅത്ത് ചെയ്തു. 12,000ഓളം ആളുകൾ ബൈഅത്ത് ചെയ്തു, ഉറപ്പ് കൊടുത്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നാൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഉറപ്പ് കൊടുത്തു. അതിൻ്റെ ഒരു തെളിവ് എന്നോണം പ്രതിനിധിയായി വന്ന, ദൂതനായി വന്ന മുസ്ലിം ഇബ്നു ഉഖൈലിന് അവർ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ബൈഅത്ത് ചെയ്ത് മുസ്ലിം ഇബ്നു ഉഖൈൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തി കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഒരു കത്തയച്ചു. ഇവിടെ കാര്യങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്കിവിടെ വരാം,
ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് ഖലീഫയായി താങ്കൾക്ക് ബൈഅത്ത് ചെയ്യപ്പെടുന്നതാണ്, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാരണം ഇവർ വന്ന് ബൈഅത്ത് ചെയ്ത് ഉറപ്പ് കൊടുത്ത് ആ കത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് എത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കത്ത് ലഭിച്ചതനുസരിച്ച് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന ചരിത്രമാണ് പിന്നീട് കർബലയിൽ കൊലപാതകമായി അവസാനിക്കുന്നത്. മുസ്ലിം ഇബ്നു ഉക്കൈൽ ഇവിടെ എത്തി 12,000-ഓളം ആളുകൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്ത വിഷയം ഖലീഫയായ യസീദ് ഇബ്നു മുആവിയ അറിയുന്നു. ആ സമയത്ത് കൂഫയുടെ ഗവർണർ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ്. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പുറപ്പെടുന്ന വിവരം അറിഞ്ഞു. അപ്പോൾ നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന ഗവർണറോട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ എതിർക്കണമെന്ന് പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ എതിർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നുഅ്മാൻ ഇബ്നു ബഷീർ പറഞ്ഞു, അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. നുഅ്മാൻ ഇബ്നു ബഷീർ അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. അങ്ങനെ നുഅ്മാൻ ഇബ്നു ബഷീർ ഈ വിഷയത്തിന് പോരാത്തവനാണ് എന്ന് അവിടുത്തെ ചില ആളുകൾ കത്തെഴുതി. ആർക്ക് കത്തെഴുതി? യസീദ് ഇബ്നു മുആവിയക്ക് കത്തെഴുതി. അങ്ങനെ യസീദ് ഇബ്നു മുആവിയ നുഅ്മാൻ ഇബ്നു ബഷീറിനെ കൂഫയുടെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം ആരെ നിശ്ചയിക്കുന്നത് എന്നറിയോ? ആ പേര് നമ്മൾ മറക്കരുത്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊലപാതകത്തിന് ഉത്തരവിട്ടതായ ഗവർണർ, അയാളെയാണ് യസീദ് ഇബ്നു മുആവിയ അവിടുത്തെ ഗവർണറായി നിശ്ചയിക്കുന്നത്. അയാളപ്പോൾ ബസറിൻ്റെ ഗവർണറായിരുന്നു. ആ ബസറയുടെ ഗവർണറായിരുന്നു ഉബൈദുല്ലാഹി ഇബ്നു സിയാദിന് അധികമായി കൂഫയുടെ ഗവർണർ സ്ഥാനം കൂടി നൽകുന്നു. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യസീദ് ഇബ്നു മുആവിയയെ ചീത്ത പറയാൻ കേരളത്തിലുണ്ട്. യസീദ് ഇബ്നു മുആവിയയെ ഈ വിഷയത്തിൽ ആക്ഷേപിക്കാൻ ഷിയാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അഹ്ലുസുന്നയിൽപ്പെട്ട അല്ലെങ്കിൽ സുന്നികളായ ആളുകളും ചിലർ തയ്യാറായിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, യസീദ് ഇബ്നു മുആവിയയെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? അഹ്ലുസുന്ന പറയുന്നു, യസീദ് ഇബ്നു മുആവിയ എന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, അദ്ദേഹം പ്രത്യേകം പുകഴ്ത്തപ്പെടേണ്ടവനോ പ്രത്യേകം ആക്ഷേപിക്കപ്പെടേണ്ടവനോ അല്ല, ഷിയാക്കൾ ചെയ്യണ പോലെ. ഒരു വിഭാഗം ഷിയാക്കളോടുള്ള ദേഷ്യം കൊണ്ട് യസീദ് ഇബ്നു മുആവിയനെ വലിയ്യും മിനൽ ഔലിയ ആക്കി വെച്ചു. ഒരു വിഭാഗം ഷിയാക്കളെ പോലുള്ളവർ, ഷിയാക്കളുടെ വാദമുള്ളവർ യസീദ് ഇബ്നു മുആവിയനെ തെറി പറഞ്ഞു. അവിടെ അഹ്ലുസുന്ന പറഞ്ഞു, അദ്ദേഹം പ്രത്യേകം ആക്ഷേപിക്കപ്പെടേണ്ട ആളോ പ്രത്യേകം പുകഴ്ത്തപ്പെടേണ്ട ആളോ അല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്രൂശിക്കാൻ, അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ, ആക്ഷേപിക്കാൻ മാത്രമുള്ള ഒരു തെളിവ് ഇല്ല എന്നതാണ് അഹ്ലുസുന്നയുടെ പക്ഷം. ആ യസീദ് ഇബ്നു മുആവിയ അപ്പോൾ ഈ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഗവർണറെ എന്തിനാണ് നിശ്ചയിച്ചത്? യസീദ് ഇബ്നു മുആവിയയുടെ അരികിൽ ഉപദേഷ്ടാവായിട്ടുള്ള സർജൂൻ എന്ന് പറയുന്ന വ്യക്തി, യസീദ് ഇബ്നു മുആവിയയുടെ അരികിൽ ഉപദേശകനായിട്ടുള്ള സർജൂൻ എന്ന വ്യക്തി, അയാളാണ് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ ഗവർണറായി നിശ്ചയിക്കാൻ നിർദ്ദേശം കൊടുത്തത്. പറയുമ്പോൾ യസീദിന് ഉബൈദിനോ ഇഷ്ടമല്ലായിരുന്നു. ബസറയുടെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉബൈദുല്ലാഹിയെ നീക്കം ചെയ്യാനുള്ള ആലോചന നടക്കുമ്പോഴാണ് സമ്മർദ്ദം കാരണം കൂഫയുടെ ഗവർണർ സ്ഥാനം കൂടി ഇയാൾക്ക് കൊടുക്കേണ്ടി വന്നത്. ചരിത്രം അങ്ങനെ പോകുന്നു. ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ യസീദിന് എന്താണ് താല്പര്യമില്ലായിരുന്നു. ബസറയിലുള്ള അയാളുടെ ഗവർണർ സ്ഥാനം, അയാളൊരു പോക്കിരിയായിരുന്നു. അയാൾ ഒരുപാട് ആളുകളെ കൊന്നവനാണ്, അതിക്രൂരനാണ്. ചരിത്രത്തിൽ നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ ചെയ്തത്. അലി റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്ന മനുഷ്യൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും നാവ് കൊണ്ട് ചീത്ത പറയുന്നവനും പറയാത്തവനെ കൊന്നൊടുക്കുകയും ചെയ്ത മനുഷ്യൻ, അതാണ് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്. ആ ഉബൈദുല്ലാഹി ഇബ്നു സിയാദാണ് കൂഫയുടെ ഗവർണറായി വരുന്നത്. അതിനെക്കുറിച്ച് അഹ്ലുസുന്ന പറയുന്നത്, അള്ളാഹു ഖദറാക്കിയത് നടന്നേ തീരൂ. അയാൾ ഗവർണറായി, അയാളുടെ നിർദ്ദേശമനുസരിച്ചാണ് പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം നടക്കുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകം, അദ്ദേഹം കൊല്ലപ്പെടുമെന്നത്. അള്ളാഹു ഖദറാക്കിയതിലേക്ക് എങ്ങനെയാണ് ചരിത്രം നീങ്ങുന്നത് എന്നാണ് അവിടെ അഹ്ലുസുന്ന വീക്ഷിക്കുന്നത്. അത് കാരണം യസീദ് ഇബ്നു മുആവിയയെ ആക്ഷേപിക്കുക എന്നത് നീതി നിർവഹണമല്ല എന്നാണ് അഹ്ലുസുന്നയുടെ വീക്ഷണം. അങ്ങനെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കൂഫയുടെ ഗവർണറായി യസീദ് ഇബ്നു മുആവിയ
ഉബൈദിന് കൊടുക്കുന്ന നിർദ്ദേശം, ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കൂഫയിലേക്ക് ബൈഅത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അത് തടയണം, കൊല്ലണം എന്നല്ല, അത് തടയണം എന്നാണ് ഇദ്ദേഹത്തിന് നൽകപ്പെട്ട നിർദ്ദേശം. അദ്ദേഹത്തിൻ്റെ ദൂതനായി മുസ്ലിം ഇബ്നു ഉഖൈൽ ഇവിടെ കൂഫയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഒളിവിലാണ്, അദ്ദേഹത്തിനെ കണ്ടെത്തി കൊല്ലണമെന്നും പറഞ്ഞു. ദൂതനായി വന്ന മുസ്ലിം ഇബ്നു ഉഖൈലിനെ കൊല്ലണം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ് തടയണം, അദ്ദേഹം കൂഫയിൽ ബൈഅത്ത് ചെയ്യപ്പെട്ടുകൂടാ. ഇതാണ് യസീദ് ഇബ്നു മുആവിയ ഉബൈദുല്ലാഹിക്ക് ഇബ്നു സിയാദിന് കൊടുക്കുന്ന നിർദ്ദേശം. അങ്ങനെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കറുത്ത തലപ്പാവ് ധരിച്ച് ഒരു പുതിയ മനുഷ്യൻ കൂഫ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ വരവ് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു ജനാവലിയോടുകൂടി ഈ പറയുന്ന ഉബൈദുള്ള പ്രവേശിക്കുന്നത് കണ്ടപ്പം ആളുകൾ പറഞ്ഞു, മർഹബം ബിബിൻ റസൂലില്ലാഹ്, അള്ളാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെ മകന് സ്വാഗതം എന്നാണ് ഇയാൾ ആളുകളുടെ വായിന്ന് കേൾക്കുന്നത്. ആരെയാണോ ഇയാൾക്ക് ദേഷ്യം, ആ ദേഷ്യമുള്ളവൻ്റെ പേരാണ് ജനങ്ങളുടെ വായിൽ നിന്ന് കേട്ടത്. സ്വാഭാവികമായിട്ട് ദേഷ്യം കൂടും. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുന്നാര പേരക്കുട്ടിക്ക് സ്വാഗതം എന്ന വാചകമാണ്. അപ്പോൾ ഉബൈദുള്ള കാര്യം ഉറപ്പിച്ചു, ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ട വിവരം ഉറപ്പിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത് നിങ്ങളുടെ പുതിയ ഗവർണറാണ്, ഹുസൈൻ അല്ല എന്ന വിവരം അവർക്ക് ലഭിച്ചു. അങ്ങനെ ഈ പറയുന്നയാൾ മുസ്ലിം ഇബ്നു ഉഖൈലിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് മുസ്ലിം ഇബ്നു ഉഖൈൽ എന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദൂതനെ കണ്ടെത്താൻ ശ്രമിക്കാൻ ചരിത്രത്തിൽ വിശദമായ പരാമർശം അതിനെ സംബന്ധിച്ചുള്ളത്. അത് പറഞ്ഞാൽ നമ്മുടെ സംസാരം നീണ്ടുപോകും. മുസ്ലിം ഇബ്നു ഉഖൈലിനെ കണ്ടെത്തുന്നു. മുസ്ലിം ഇബ്നു ഉഖൈൽ ആ സന്ദർഭത്തിൽ ഹാനി എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലായിരുന്നു ഒളിഞ്ഞു താമസിച്ചിരുന്നത്. ആദ്യം ഹാനിഹിനെ പിടികൂടി ഈ പറയുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അതുപോലെ മുസ്ലിം ഇബ്നു ഉഖൈലിനെ കൊണ്ടുവന്നു. ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നു. മുസ്ലിം ഇബ്നു ഉഖൈലിനെ കൊണ്ടുവന്നിട്ട് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്താ പറയുന്നതെന്നറിയോ? അലി റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ പച്ചക്ക് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് നമ്മൾ മറക്കരുത്. ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാചകത്തിന് ശുദ്ധ ഖണ്ഡനമായി കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ എന്തോരു ദേഷ്യമാണെന്നറിയും മനുഷ്യന്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യം, ഹസനിനോട് ദേഷ്യം, വരുന്നവരോടൊക്കെ മാപ്പ് കൊടുക്കണമെങ്കിൽ ഇവരെ ചീത്ത വിളിക്കണം എന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. ഇയാളെ ചീത്ത വിളിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഈ പറയുന്ന മുസ്ലിം ഇബ്നു ഉഖൈലിനെ പിടികൂടി ഇബ്നു സിയാദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും അഹ്ലുൽ ബൈത്തിനെയും ചീത്ത വിളിക്കുന്നു. ഇതൊക്കെ മുസ്ലിം കേട്ട് മിണ്ടാതിരുന്നു. അതിന്റെ ചരിത്ര പരാമർശം കുറെ വിഷയങ്ങൾ പണ്ട് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം മുസ്ലിം ഇബ്നു ഉഖൈലിനെ കൊല്ലാൻ തീരുമാനിച്ചു. വെറുതെ വിടുന്നില്ല. മുസ്ലിം ഇബ്നു ഉഖൈലിനെ കൊല്ലാൻ തീരുമാനിച്ച് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ തലയറുക്കാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തിൻ്റെ തല അറുത്തു മാറ്റി. ആ തല ജനങ്ങൾ നോക്കി നിൽക്കെ താഴേക്കെറിഞ്ഞു. ആ തലയുടെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ ശരീരവും താഴേക്കെറിഞ്ഞു. അതിക്രൂരമായ ഒരു കൊലപാതകത്തിന് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിനെ സംരക്ഷിച്ച ഹാനി എന്നവരെയും ഇവർ അറുത്തു കൊന്നു. ആടുചന്തയിൽ കൊണ്ടുപോയി അറുത്ത് അദ്ദേഹത്തിനെ കുരിശിലേറ്റിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നടക്കുന്നത് ഹിജ്റ 9 മുഹറം ഹിജ്റ 61 മുഹറം മാസം 9-ാം ദിവസം, ദുൽഹിജ്ജയിൽ 9-ാമത്തെ ദിവസം, ദുൽഹിജ്ജ മാസം 9 അറഫയുടെ അന്നാണ് ഈ സംഭവം നടക്കുന്നത്. മുസ്ലിം ഇബ്നു ഉഖൈലിനെ കൊല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ കത്ത് ലഭിച്ച അടിസ്ഥാനത്തിൽ തലേന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും പിന്നെ അറിഞ്ഞില്ലല്ലോ. തൻ്റെ ദൂതൻ കൊല്ലപ്പെട്ടത് അദ്ദേഹം മുസ്ലിം ഇബ്നു ഉഖൈൽ അവിടുത്തെ കൂഫക്കാരുടെ വാക്ക് വിശ്വസിച്ച് കത്തെഴുതി ഹുസൈൻ റളിയല്ലാഹു അൻഹുവോട് വരാൻ പറഞ്ഞു. മുസ്ലിം ഇബ്നു ഉഖൈൽ കരയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാൻ മരണം പേടിച്ചിട്ട് കരയല്ല, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി അപകടത്തിലേക്കാവാണല്ലോ കടന്നു വരുന്നത് എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. ആരെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഈ വാർത്ത ഒന്ന് അറിയിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം കെഞ്ചുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മുസ്ലിം ഇബ്നു ഉഖൈലിനെ കൊന്നു, ഹാനിഇനെ കൊന്നു. അങ്ങനെ
ഈ ചരിത്രം അവിടെ നടക്കുന്നു. തലേ ദിവസം ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. മദീനയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. മദീനയിലേക്ക് കത്തയച്ച് തൻ്റെ കുടുംബത്തെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അങ്ങനെ മക്കയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് കുടുംബവുമായി അദ്ദേഹം കണ്ടുമുട്ടി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും ഈ വിഷയത്തിൽ താല്പര്യമുള്ള മറ്റു കുറച്ചാളുകളും അങ്ങനെ ഏകദേശം ഒരു 80 ചില്ലാനം വരുന്ന ആളുകൾ ഒരു സംഘമായി കൂഫയിലേക്ക് പുറപ്പെടാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പുറപ്പാടിൻ്റെ സമയത്ത് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഷിയാക്കൾ എന്താ പറഞ്ഞത്? സഹാബത്ത് അദ്ദേഹത്തിന് കൊലപാതകത്തിന് വിട്ടുകൊടുത്തു, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ സഹാബത്തിന് താല്പര്യമില്ലായിരുന്നു എന്നാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു, ഇതെല്ലാത്ത സഹാബത്തും താബിഉകളും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുറപ്പാട് സമയത്ത് അദ്ദേഹത്തിന് നേരിട്ട് കണ്ടുവന്ന് അതിൽ ഏറ്റവും കൂടുതൽ ഇബ്നു അബ്ബാസാണ്. നീ പോവല്ലേ എന്ന് പറഞ്ഞു. നിന്റെ വാപ്പയെയും സഹോദരനെയും ചതിച്ച ആളുകളുടെ അരികിലേക്കാണ് നീ പോകുന്നത്. അവരുടെ വാക്ക് നീ വിശ്വസിക്കരുത്. പക്ഷേ എൻ്റെ ആളുകൾ എന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, ഞാൻ അവരെ വിശ്വസിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പക്ഷം അതാണ്. നീ അവരെ വിശ്വസിക്കരുത്, ചരിത്രം പാഠമാക്കണം. അവർ നിന്നെ ചതിക്കും. നിന്റെ ബാപ്പയെ ചതിച്ച പോലെ, സഹോദരനെ ചതിച്ച പോലെ അവർ നിന്നെ ചതിയിലേക്കാണ് വിളിക്കുന്നത്, നീ പോവണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഉറപ്പ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്തിഖാറ നിസ്കരിച്ചിട്ടുണ്ട്, എനിക്കതിൽ നിന്ന് പോകാതെക്കാൻ പറ്റൂല, എനിക്ക് യാത്രയിൽ നിന്ന് മടങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പുറപ്പെടുന്നത്. സഹാബത്ത് ആവുന്നത് പറഞ്ഞു, പലരും പറഞ്ഞു, അത് അറിഞ്ഞവരൊക്കെ പറഞ്ഞു, നിങ്ങൾ പോവണ്ട, നിങ്ങൾ വേണമെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോയിക്കോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും അവരെന്നെ കൊല്ലും. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയും, അത് അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഹറമിൽ വെച്ചാവുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഏതായാലും അവരെന്നെ കൊല്ലും, അത് അള്ളാഹുവിൻ്റെ ഹറമിൽ വെച്ചാവണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നത്. സഹാബത്ത് അദ്ദേഹത്തിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് ചരിത്രത്തിൽ നിന്ന് മറക്കാൻ ഷിയാക്കൾ ശ്രമിക്കുന്നു. അവിടെ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ചരിത്രം രേഖപ്പെടുത്തിയവർ അത് കൃത്യമായി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന കൂഫയിലേക്ക് പുറപ്പെട്ടു. ആ വഴിയിൽ വെച്ച് നടക്കുന്ന വിവിധ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹാജിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഹാജിർ എന്ന് പറയുമ്പം സൗദി അറേബ്യയിൽ നിന്നുള്ളൊരു സ്ഥലമാണ്, പോണ വഴിക്കാണ്, ഇറാഖിലേക്ക് പോണ വഴിക്ക്. അവിടെ എത്തിയപ്പോൾ ഞാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിയിച്ചുകൊണ്ട് ഖൈസ് ബിൻ മുസ്ഹർ എന്ന ഒരു ദൂതനെ അദ്ദേഹം അയച്ചു. അപ്പോഴും മുസ്ലിമുനൊക്കെയിൽ കൊല്ലപ്പെട്ടതോ മറ്റൊന്നും അറിഞ്ഞിട്ടില്ല. ഖൈസ് ബിൻ മുസ്ഹർ എന്ന ദൂതനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഴിയിൽ വെച്ച് കൂഫയിലേക്ക് അയച്ചു. കൂഫയിലെത്തി അദ്ദേഹത്തിന് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൻ്റെ സൈന്യം പിടികൂടി. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൻ്റെ എത്തിച്ചപ്പോൾ അയാൾ ആവശ്യപ്പെട്ട എന്താ അറിയോ? നീ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവ് കയറണം, എന്നിട്ട് ജനങ്ങൾ നോക്കി നിൽക്കെ അലിയെയും ഹുസൈനെയും ചീത്ത പറയണം, മാപ്പാക്കി തരാനാ. അലി റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അവരെ നീ അഹ്ലു ബൈത്തിനെ ചീത്ത പറഞ്ഞാൽ നിനക്ക് മാപ്പുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ കയറി. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും വേണ്ടി പ്രാർത്ഥിച്ചു. ഉബൈദുല്ലാഹിക്കും അയാളുടെ വാപ്പക്കും ശാപ പ്രാർത്ഥന ചൊല്ലി. അദ്ദേഹത്തിനെ അവിടെ നിന്ന് താഴേക്ക് സൈന്യം തള്ളിയിടുന്നു. ഉബൈദുള്ളന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം നിലത്ത് കടന്നു. താഴേക്ക് ചെന്ന് പതിച്ച അദ്ദേഹം തൻ്റെ ശരീരം എല്ലൊടിഞ്ഞ് അവിടെ കടന്നു. ജീവന് വേണ്ടി ശ്വാസം മുട്ടുന്നൊരവസ്ഥയിൽ കൂട്ടത്തിലൊരു സൈന്യത്തിലെ ഒരു സൈനികൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തറുത്താണ് കൊന്നു. പക തീർക്കുക എന്ന് പറയും. ഈ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഷീഇയായിട്ടാണ്. അദ്ദേഹം ഷിയാക്കളിൽപ്പെട്ടയാളായിരുന്നു, ഷിയാക്കളിൽപ്പെട്ട ഷിയാചാരനായിരുന്നു ഈ പറയുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്. അയാളുടെ ചെയ്തികൾ നിമിത്തമാണ് യസീദ് ഇബ്നു മുആവിയക്ക് അദ്ദേഹത്തിനോട് താല്പര്യമില്ലാതിരുന്നത്. പക്ഷെ നിർവാഹമില്ല, അദ്ദേഹം ഗവർണറായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ചെയ്തി വീണ്ടും ആവർത്തിക്കുന്നതാണ് ചരിത്രത്തിൽ കാണുന്നത്. ഈ പറയുന്ന ഖൈസ് ബിൻ മുസ്ഹറിനെയും അയാൾ കൊല്ലുകയാണ്. അങ്ങനെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ആ ഒരു ചെയ്തിയും ആവർത്തിച്ച വിഷയം ആരറിയുന്നില്ല? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. അദ്ദേഹം യാത്ര തുടർന്നു. പിന്നെ വഴിയിൽ വെച്ചാണ്
മുസ്ലിം ഇബ്നു ഉക്കൈലിൻ്റെ കൊലപാതകം അദ്ദേഹം അറിയുന്നത്. പക്ഷെ കൂഫയിലേക്ക്, ഇറാഖിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറാഖിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇസ്തിർജാ ചൊല്ലി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുപോലെ ഈ പറയുന്ന ഖൈസ് ഇബ്നു മുസ്ഹറിൻ്റെ കൊലപാതകവും അദ്ദേഹം അവിടെ വെച്ച് അറിഞ്ഞു, വഴിയിൽ വെച്ചറിഞ്ഞു. പക്ഷെ അദ്ദേഹം ഏതായാലും പുറപ്പെട്ട് വഴിയിലെത്തിയ യാത്ര തിരിച്ചു വരാൻ തയ്യാറായില്ല. അവിടെ ചെല്ലണം എന്ന് തന്നെ കരുതി. കാരണം എന്തായാലും ഇനി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഉബൈദുള്ള പിടികൂടും, ശിക്ഷിക്കും. അതുകൊണ്ട് ഞാൻ ഇതിനൊരു തീരുമാനമാക്കാതെ ഇനി മടങ്ങുന്നതിൻ്റെ അർത്ഥമില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധമല്ല ലക്ഷ്യം വെച്ചത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫക്കാരുടെ വാക്ക് വിശ്വസിച്ചൊരു ശാന്തമായ അവസ്ഥയെ മുമ്പിൽ കണ്ടുപോയതാണ്. ഒരു യുദ്ധം ലക്ഷ്യം വെച്ചായിരുന്നില്ല അദ്ദേഹം പോയത്. അതിനുള്ള സൈന്യത്തോടു കൂടിയുമല്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹം മുസ്ലിം ഇബ്നു ഉക്കൈലിൻ്റെ കൊലപാതകവും മറ്റും അറിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ചേർന്നിരുന്ന ആളുകളോട് പറഞ്ഞു, കാര്യം അപകടത്തിലാണ്, ഞാൻ മുന്നോട്ട് പോകും, താല്പര്യമില്ലാത്തവർക്കൊക്കെ മടങ്ങാൻ ഞാൻ ആരും കുറ്റപ്പെടുത്തൂല എന്ന് പറഞ്ഞു. ഈ വാർത്തയെല്ലാം കൂടി കേട്ട് പലരും മദീന ഒഴിഞ്ഞു. മക്കയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ കുടുംബമല്ലാത്തവരൊക്കെ ഒഴിഞ്ഞുപോയി. ആ കുടുംബമല്ലാത്തവരെല്ലാം ഒഴിഞ്ഞുപോയി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും യാത്ര തുടർന്നു. കർബല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു. പേര് പറഞ്ഞു, കർബലയാണ്. ആ കർബും വ ബലാ തന്നെ എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിന് പ്രതികരിച്ചു. കർബ് എന്ന് പറഞ്ഞാൽ ദുഃഖം, ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഇതൊരു കർബും ബലാവും തന്നെയാണ്. കർബല എന്ന ആ പ്രദേശത്തെ പേരിട്ടുകൊണ്ട്, അതിനെ പേരിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു സംസാരിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന കർബലയിൽ എത്തിച്ചേർന്ന സമയം മുഹറം 3. കർബലയിൽ എത്തിച്ചേർന്ന സമയം മുഹറം 3-ന് പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് 4000-ഓളം പോന്ന സൈന്യത്തെ അയക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. 4000-ഓളം പോന്ന സൈന്യത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേർക്ക് ഈ പറയുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് അയക്കുന്നു. ആ സൈന്യത്തിൻ്റെ നേതാവാരാണ്? ഉമർ എന്ന് പറയുന്ന ഉമർ ബിനു സഅദ് ബിൻ അബി വക്കാസ്. സഅദ് ബിൻ അബി വക്കാസിൻ്റെ മകനായ ഉമർ എന്നുള്ളവരാണ് ആ സൈന്യത്തിൻ്റെ നേതാവ്. അദ്ദേഹം വ്യക്തിപരമായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് താല്പര്യമുള്ള ആളാണ്. വ്യക്തിപരമായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന, അഹ്ലുബൈത്തിനെ ആദരിക്കുന്നയാളായിരുന്നു. പക്ഷേ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ ഭീഷണിയിൽ വഴങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് സൈന്യത്തെയും കൊണ്ട് 4000 പോന്ന സൈന്യത്തെയും കൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് പുറപ്പെടേണ്ടി വന്നു. എന്തിനാ പുറപ്പെടുന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ യസീദ് ഇബ്നു മുആവിയൻ്റെ അരികിൽ എത്തിക്കാൻ. യസീദ് ഇബ്നു മുആവിയക്ക് ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പിടികൂടണം എന്ന കൽപ്പന കൊണ്ടാണ് ഈ പറയുന്ന ഉബൈദുല്ല ഉമർ ബിനു സഅദ് ബിൻ അബി വക്കാസിനെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലെത്തുന്നു. സൈന്യം അവിടെ തമ്പടിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും അവിടെ തമ്പടിച്ച് പിന്നെ അവരും അവിടെ താമസമാക്കിയിട്ടുണ്ട്. ആ കർബല എന്ന് പറയുന്ന പ്രദേശത്ത് അതിന് 2 സൈന്യങ്ങൾ, 4000-ഓളം വരുന്ന വലിയൊരു സൈന്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവുമാകുന്ന ഒരു ചെറിയ വിഭാഗം. ഉമർ ബിൻ ഈ പറയുന്ന ഉമർ എന്നവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഇന്ന കാര്യത്തിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതിന് സൈന്യങ്ങൾ അവിടെ നിർത്തിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഈ പറയുന്ന ഉമറും തമ്മിൽ ഒരു സന്ധി സംഭാഷണം നടക്കുന്നു. ആ സംഭാഷണത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു 3 ഓപ്ഷൻ പറഞ്ഞു. മൂന്നാലൊരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിർദ്ദേശിക്കുന്നു എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് 3-1? ഒന്നുകിൽ നിങ്ങൾ ഇനി യസീദിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. തമ്മിൽ നമ്മൾ മനസ്സിലാക്കണം, മുആവിയ റളിയല്ലാഹു അൻഹു യസീദിന് ബൈഅത്തിൽ ഖിലാഫത്ത് ഏൽപ്പിക്കുമ്പം ഹുസൈൻ റളിയല്ലാഹുവിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ പരിഗണിക്കണം, അദ്ദേഹത്തിന്റെ അരികിൽ പോയി നിങ്ങൾ നിനക്കുള്ള ബൈഅത്ത് നീ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സമ്മതിക്കുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അദ്ദേഹത്തിനെ നീ എതിർക്കരുതെന്ന് പറഞ്ഞു. ഖുസ്തൻതീനിയ യുദ്ധത്തിൽ യസീദ് ഇബ്നു മുആവിയയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഒരു സൈന്യത്തിലുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള
കൂടിക്കാഴ്ചകളും ചരിത്രങ്ങളും ഒക്കെ വേറെ നമുക്ക് കാണാവുന്നതാണ്. യസീദ് ബിൻ മുആവിയൻ്റെ അരികിൽ എന്നെ എത്തിക്കണം. ഒന്നുകിൽ എന്നെയും കുടുംബത്തിന് യസീദിൻ്റെ അരികിൽ എത്തിക്കണം. അതല്ലെങ്കിൽ ഞങ്ങളെ മക്കത്തേക്ക് പറഞ്ഞേക്കണ്ട, മദീനയിലേക്ക് പറഞ്ഞേക്കണ്ട, യസീദിൻ്റെ അടുത്തും പറഞ്ഞേക്കണ്ട, തുർക്കികളുമായുള്ള യുദ്ധത്തിനോ മറ്റോ ഏതെങ്കിലും സൈന്യം അധിവസിക്കുന്ന അതിർത്തികളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയ ഞങ്ങൾ ഏതെങ്കിലും വിഭാഗവുമായി യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ യുദ്ധത്തിലേർപ്പെട്ടുകൊള്ളാം, ഞങ്ങൾ അങ്ങനെ ഒന്ന് വെറുതെ വിടണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞത് ഞങ്ങളെ നാട്ടിലേക്ക് മക്കയിലേക്ക് മടങ്ങാൻ അല്ലെങ്കിൽ മദീനയിലേക്ക് ഹിജാസിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് സമ്മതം നൽകണം. ഇതിന് അവിടെ എത്തി ഉറപ്പ് വരുത്തി ഖലീഫയുടെ വാഗ്ദാനം സ്ഥിരപ്പെട്ടാൽ മാത്രമേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും കുടുംബത്തിനും നിർഭയത്വമുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പിൻവാങ്ങാതെ ആ യാത്ര തുടർന്നത്. മൂന്നാമതൊരു നിർദ്ദേശം, ഉമർ ഈ നിർദ്ദേശം ഉബൈദുല്ലാഹി ഇബ്നു സിയാദിന് കത്തായി അയച്ചു. അങ്ങനെ 3 നിർദ്ദേശമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന വ്യക്തി ആദ്യഘട്ടത്തിൽ അതിന് സമ്മതിച്ചു. അയാൾ അതുവരെ പറഞ്ഞിരുന്നത് യസീദ് ഇബ്നു മുആവിയക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കുടിക്കരുത് എന്നാണ് ഉമറിന് കൊടുത്ത നിർദ്ദേശം. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് സൈന്യം അവരെ തടഞ്ഞു വെച്ചിരുന്നു. ആ കുടുംബം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. യസീദ് ഇബ്നു മുആവിയക്ക് ബൈഅത്ത് ചെയ്യാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വെറുതെ വിടരുത്, സമ്മതിക്കരുത്, വെള്ളം കൊടുക്കരുത് എന്നാണ് ഉബൈദ് നിർദ്ദേശിച്ചിരുന്നത്. അപ്പോഴാണ് ഈ സംഭാഷണം നടന്നിട്ട് ഉബൈദിന് കത്ത് പോയത്. ഉബൈദ് സമ്മതിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് മറ്റൊരു ശൈത്താൻ അവിടെ ഇടപെടുന്നു. അയാളെക്കുറിച്ചും ചരിത്രകാരന്മാർ പറയുന്നത് അയാൾ ഷീഇയായിരുന്നു. അഹ്ലുബൈത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനോട് ദേഷ്യം വെച്ച് പുലർത്തിയിരുന്ന ശംറു ബിനു ദീ ജൗഷൻ എന്ന് പറയുന്ന സൈന്യാധിപൻ. ശംറു ബിനു ദീ ജൗഷൻ എന്ന് പറഞ്ഞ ഇയാൾ ഇബ്നു ഉബൈദിനെ പിരികേറ്റി സമ്മതിക്കരുതാണ്. നിങ്ങൾ പറഞ്ഞെടുത്തു അയാൾ നിൽക്കുന്നത് വരെ ഒരു അളവും കൊടുക്കണ്ടാന്ന്. ഹുസൈൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ല, മൂപ്പര് ഒരു 3 നിർദ്ദേശം പറഞ്ഞിക്കല്ലേ, അത് കേട്ട് ഉബൈദുള്ള അങ്ങനെ തന്നെ. അങ്ങനെ ഷംറിനെ സൈന്യവും കൊണ്ട് അവിടേക്ക് ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസിൻ്റെ അരികിലേക്ക് പറഞ്ഞേക്കാണ്. നീ പോകണം, ഉമറിനോട് അവർ ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കാൻ പറയണം. അതില്ലെങ്കിൽ ഉമറിനോട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കുടുംബത്തിനോട് യുദ്ധം ചെയ്യാൻ നീ കൽപ്പിക്കണം. അഥവാ അയാളത് ചെയ്തിട്ടില്ലെങ്കിൽ ഉമറിനെ നീ കൊല്ലുക, എന്നിട്ട് നീ അമീറാവുക, ഞാൻ നിന്നെ അമീറാക്കിയിരിക്കുന്നു. അങ്ങനെ ഈ പറയുന്ന ശംറു ബിനു ദി ജൗഷൻ, ആ പേര് നമ്മൾ മറക്കണ്ട. ഒന്ന് ഉബൈദുല്ലാഹി ബിനു സിയാദ്, 2 ശംറു ബിനു ദി ജൗഷൻ എന്ന് പറഞ്ഞ ഇയാൾ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഉമർ ബിനു സഅദ് ബിൻ അബി വക്കാസിനോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഒന്നുകിൽ നീ കൊല്ലുക, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്ന പറഞ്ഞു. ഒന്നുകിൽ നീ ഇറങ്ങുക, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്നു പറഞ്ഞു. ഈ പറയുന്ന ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കുടുംബത്തിനോട് വ്യക്തിപരമായ താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ, ഉബൈദുള്ള നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ കുടുംബത്തിനോടൊക്കെ ഒന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു, നബിൻ്റെ പേരക്കുട്ടിനെ തൊടാനാണ് നീ പോണത്, പോവരുതിട്ടോ, നീ ദരിദ്രനായി മരിച്ചാലും നീ ആ പണി ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉബൈദുള്ളൻ്റെ ഭീഷണിക്ക് വഴങ്ങി തൻ്റെ സ്ഥാനവും സമ്പത്തും കുടുംബമൊക്കെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് ഉമർ ഈ പണിക്കിറങ്ങുന്നത്. ഇവിടെ ശംറും വന്ന് ഭീഷണിപ്പെടുത്തി. ശംറിൻ്റെ ഭീഷണിയിലും മൂപ്പര് ഒതുങ്ങി. അങ്ങനെ ഉമർ ബിനു സഅദ് ബിനു അബി വക്കാസ് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്തോളാം. അങ്ങനെ ഉബൈദുല്ലാഹി ബിനു അയാൾ തന്നെ അമീറായ നിലക്ക്, ശംർ അയാളുടെ കീഴിലെന്ന നിലക്ക് യുദ്ധം ആരംഭിക്കുന്നു. ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ആകെ കുറച്ച് ആളുകളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉള്ളത്. ഇവർ വരുന്നത് വലിയ 12,000-ഓളം വരുന്ന വലിയൊരു സൈന്യം. ആ സൈന്യവുമായിട്ടാണ് ഇവർ ഏറ്റുമുട്ടുന്നത്. യുദ്ധം തുടങ്ങിയാൽ പിന്നെ അവർക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല, അവർ യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെ ആ യുദ്ധത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വന്ന ഓരോരുത്തരും കൊല്ലപ്പെടുന്നു. ഓരോരുത്തരും കൊല്ലപ്പെടുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ കൊല്ലപ്പെടൽ അധികരിച്ച് വർദ്ധിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരാളുമില്ലാത്ത അവസ്ഥ വന്നു. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ, അദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥ വന്നു. ആ ഒരാളുമില്ലാത്ത അവസ്ഥ വന്ന സാഹചര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ ടെൻറ്റിൻ്റെ മുമ്പിൽ. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റിലും 12ഓളം വരുന്ന സൈന്യം ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു, വാളും പിടിച്ചിട്ട്. ആരും തൊടാൻ ധൈര്യപ്പെടുന്നില്ല. നബിൻ്റെ പേരക്കുട്ടിയാണ്, കൊല്ലാൻ ധൈര്യപ്പെടുന്നില്ല.
ആ സമയത്ത് അവിടെ ഒരു ശൈത്താൻ അലറുന്നത് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതന്നെയാണ് ഈ ഷംറ്. എന്താ നിങ്ങളാരും തൊടാത്തത്? എന്താ നിങ്ങളാരും ഈ പറയുന്ന ഹുസൈനിനെ കൊല്ലാത്തത് എന്ന് ഷംറ് അലറുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഈ ഷംറിൻ്റെ വേറൊരു വിഷയം കൂടിയുണ്ട്. യുദ്ധം തുടങ്ങുന്ന ഉറപ്പായപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നെ പുറത്തു വന്നിട്ട് ഈ സൈന്യത്തെ അഭിസംബോധന ചെയ്തൊരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം തന്നെക്കുറിച്ച് വന്ന ഹദീത്തുകൾ പറയാം. ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടിയാണ്, എൻ്റെ വിഷയത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വസീയത്തുണ്ട്, എന്നെ നിങ്ങൾ കൊല്ലരുത്, അത് നിങ്ങൾക്ക് ഖൈറാവൂല എന്ന്. അത് സ്വയം പൊക്കലല്ല, അവിടെ അവർക്ക് കൊടുക്കുന്ന വസീയത്തായിരുന്നു. അത് നിങ്ങളുടെ നാശമാണെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വയം അവരോട് ഉണർത്തിയിരുന്നു. അപ്പോൾ ഷംറ് എന്താ എനിക്ക് ഈ പറഞ്ഞൊന്നും മനസ്സിലാവണില്ല, ഈ ഷംറ് എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ഷംറിൻ്റെ കൂട്ടത്തിലുള്ള ആള് ഞങ്ങൾക്ക് മനസ്സിലായി, നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിന്റെ ചെവിക്ക് അല്ലാഹു ഈയമൊഴിച്ചതാണ് എന്ന് നീ മനസ്സിലാക്കുക. ഷംറ് സൈന്യത്തിൽ ആരാടാ അത് പറഞ്ഞത്? ഞാൻ എൻ്റെ പേര് പറയില്ലാന്ന്. എന്നിട്ട് ഇന്നെ പാര വെക്കാനല്ലേ? അതാരാ പറഞ്ഞത്? ഷംറിനെ മനസ്സിലായില്ല. അത്രത്തോളം ധിക്കാരപൂർവം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അയാൾ കിടന്ന് വിലസാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രമുള്ള സന്ദർഭത്തിൽ ഷംറ് അലറുന്നു, ആരാണ് ഇയാളെ കൊല്ലുക, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലുക. അങ്ങനെ മാലിക് ബിൻ ബഷീർ എന്ന് പറയുന്നയാൾ അയാളുടെ വാളുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലക്ക് വെട്ടി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, എങ്കിലും അദ്ദേഹത്തിൻ്റെ തലക്ക് വെട്ടുകൊണ്ടു. തലയിൽ നിന്ന് ചോര ഉതിർന്നു. ആ ചോര വന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ ഹെൽമെറ്റ് ഊരി വെച്ചു. പിന്നെയും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഈ ഭടന്മാർ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ആ സമയത്ത് ഷംറിൻ്റെ ആഹ്വാനമനുസരിച്ച് ഹുസൈൻ ബിൻ തമീം എന്ന് പറയുന്നയാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മോണക്ക് കുന്തം കൊണ്ട് കുത്തി. അതുപോലെ സറഅത്ത് ബിൻ ശരീഖ് എന്ന് പറയുന്നയാൾ അയാളുടെ വാളുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടതു തോളിനും പെരടിക്കും വെട്ടി. ആ വെട്ടോടുകൂടി ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഖം കുത്തി നിലത്ത് വീണു. സിനാൻ ബിൻ അബി അംർ എന്ന് പറയുന്ന വ്യക്തി അയാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നിട്ട് അറുത്ത് തല കയ്യിൽ വെച്ചു. ക്രൂരമായ കൊലപാതകം ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്നയാൾ നേതൃത്വം അയാൾ കൽപ്പിച്ചു. ഷംറ് എന്ന് പറയുന്ന വ്യക്തി അതിന് നേതൃത്വം കൊടുത്ത് ആഹ്വാനം ചെയ്തു. സിനാൻ ബിൻ അബി അംർ എന്ന ക്രൂരൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്തറുത്ത് കയ്യിൽ പിടിച്ച് തൂക്കിപ്പിടിച്ചു. നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. സഹാബത്ത് പിന്നെ അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുകയാണ്, 33 കുത്തും 34 വെട്ടും ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഏറ്റുവാങ്ങിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, സഹാബത്ത് പറയുന്നുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം നബിൻ്റെ മുഖം പോലെയാണ്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ശരീരം അത് റസൂലിൻ്റെ ശരീരം പോലെയാണ്. നബിയുടെ മുഖം കിട്ടിയത് ഹസൻ റളിയല്ലാഹു അൻഹുവിനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരീരം കിട്ടിയത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് അത് അവരെ കണ്ട സഹാബത്ത്, റസൂലിനെയും കണ്ട സഹാബത്ത് അവരെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അല്ല, കറുത്ത താടിയും മുടിയുമുള്ള, താടിയുടെ മുൻഭാഗത്ത് മാത്രം അല്പം നരബാധിച്ചിട്ടുള്ള ശരീരം പിന്നെ ഒരു രൂപത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന സമയം. അദ്ദേഹത്തിന് 54 വയസ്സുള്ള സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ കൊല്ലപ്പെടുന്നത്. ഇതാണ് കർബലയിൽ നടന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി എന്ന് പറഞ്ഞ കൂഫക്കാർ തിരിഞ്ഞു നോക്കിയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് സൈന്യം ഏറ്റുമുട്ടിയ സമയത്ത് അതിലുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കത്തയച്ച ആളുകൾ. ഒരെ പേരെടുത്ത് പറഞ്ഞു, നിങ്ങളല്ലേ എന്നെ കത്തയച്ച് വിളിച്ചത്, നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്, എനിക്ക് ബൈഅത്ത് ചെയ്യാം, സംരക്ഷണം നൽകാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, നിങ്ങളുടെ വാപ്പയെ ചതിച്ചവരാണ് അവർ, വിശ്വസിക്കണ്ട. ഈ ഷിയാക്കൾ ഈ നാണം മറക്കാനാണ് പിന്നീട് കർബല അവരുടെ സംഭവമായി അവർ ഉയർത്തി പുതിയ ആഘോഷമാക്കി മാറ്റിയത്. അവർക്ക് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹമുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ ആവശ്യമുള്ള സമയത്ത്, നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിം ഇബ്നു ഉഖൈൽ എന്ന അദ്ദേഹത്തിൻ്റെ ദൂതൻ, ഈ മുസ്ലിം ഇബ്നു ഉഖൈലിനെ 12,000 ആളുകളെ ബൈഅത്ത് ചെയ്ത് ഉബൈദുള്ള അദ്ദേഹത്തിനെ പിടികൂടാൻ വേണ്ടി സൈന്യവുമായി വരുമ്പം ഈ 12,000 ആളുകളെ വെച്ച് മുസ്ലിം ഇബ്നു ഉഖൈൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചരിത്രത്തിൽ കാണാം. എന്തുണ്ടായി? ഇവരൊക്കെ ഓടി, മുസ്ലിം ഇബ്നു ഉഖൈൽ മാത്രം ബാക്കിയായി. അങ്ങനെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് മുസ്ലിം ഇബ്നു ഉഖൈലിനെ പിടികൂടുന്നത്. ഇതാണ് അവരെ ചതി. കൂടെ നിൽക്കില്ല, പറഞ്ഞ് പറ്റിക്കും.
ഇത് ഷിയാക്കളുടെ സ്ഥാപിത സ്വഭാവമാണ്. അത് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. അതാണ് സഹാബത്ത് ഉണർത്തി കൊടുത്തത്. അള്ളാഹുവിൻ്റെ ഖദർ എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ ഹിജറ 61 മുഹറം 10 ആശുറയിൻ്റെ അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ കൂടെ 72 ആളുകളാണ് കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ 72 ആളുകളാണ് കൊല്ലപ്പെടുന്നത്. അതിൽ ചരിത്രം വിശേഷിപ്പിക്കുന്ന ഈ 3 ആളുകൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദും അതുപോലെ ഷംറുബിനു ദിൽ ജൗഷനും അദ്ദേഹത്തിൻ്റെ കഴുത്തറുത്ത ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കഴുത്തറുത്ത സിനാൻ ബിനു അബി അംറും ചരിത്രത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകം വിമർശിച്ചിട്ടുള്ള, പേരെടുത്ത് ശാപം ചൊല്ലിയിട്ടുള്ള ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ തൃപ്തിപ്പെട്ട ആരുണ്ടോ അവർക്കും അല്ലാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ. അതാണ് അഹ്ലുസുന്നയുടെ ദുആ. അതാണ് അഹ്ലുസുന്ന ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത്. അതിൻ്റെ പേരിൽ ഷിയാക്കൾ ഉണ്ടാക്കുന്ന കപട സ്നേഹം അതേതായാലും അഹ്ലുസുന്നയ്ക്കില്ല. അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ അതിനേക്കാളും സ്നേഹിക്കപ്പെടേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സഹാബത്തിൽ ആഘോഷമാക്കിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിൻ്റെ വഫാത്ത് സഹാബത്തൊരു ദുഃഖാചരണമായി മാറ്റിയിട്ടില്ല. കൊല്ലപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയോ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയോ വഫാത്തുകൾ ദുഃഖാചരണത്തിൻ്റെ പേരിൽ ഒരു ആഘോഷമോ ഒരു ദിനാചരണമോ ആയി അവർ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ ഷിയാക്കൾ ഉണ്ടാക്കുന്ന ഒരു അനാചാരം അതേതായാലും അഹ്ലുസുന്ന ചെയ്യൂല. അത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും അഹ്ലു ബൈത്തിനോടും അഹ്ലുസുന്നയ്ക്ക് സ്നേഹമില്ലാത്തത് എന്നിവർ പറയുന്നതെങ്കിൽ അത്തരം ഒരു സ്നേഹത്തിന് ഏതായാലും അഹ്ലുസുന്ന തയ്യാറുമല്ല. ഇതാണ് കർബലയിൽ നടന്ന ചരിത്രത്തിൻ്റെ വളരെ ചുരുങ്ങിയ പരാമർശം. 200ഓളം പേജുകളിൽ പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ പരാമർശിച്ചൊരു വലിയ കഥയാണ് ഈ കർബലയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൻ്റെ ഓരോ നിമിഷങ്ങളും വർണ്ണിക്കുന്നുണ്ട്. അതിലവർ നടത്തിയ സംഭാഷണങ്ങളും അതിൽ നടത്തിയ യോദ്ധാക്കളുടെ പെരുമാറ്റങ്ങളും യോദ്ധാക്കളുടെ കലകളും ചരിത്രകാരന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പറയുക എന്നത് നമ്മുടെ ഇന്നത്തെ സംസാരത്തിൻ്റെ ലക്ഷ്യമല്ല. മറിച്ച് അവിടെ അഹ്ലുസുന്നക്ക് എന്താണ് അത് വിഷയത്തിലുള്ള നിലപാട്, അഹ്ലുസുന്നയുടെ നേതാക്കന്മാരായ സഹാബത്ത് ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുത്തത്, എത്രത്തോളം. യസീദ് ഇബ്നു മുആവിയ എന്നുള്ളവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖദ് കുൻതു അർലാ മിൻ തുഅതികും ബിദൂനി ഖത്ലി ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എന്നെ അനുസരിക്കുക എന്നത് മതിയായിരുന്നു, അദ്ദേഹത്തിന് കൊല്ലണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലഅനല്ലാഹു ഇബ്ന മർജാന, മർജാനയുടെ മകൻ അല്ലാഹു ശപിക്കട്ടെ. ആരാധികൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന ഗവർണർക്കെതിരെ അയാൾ നിശ്ചയിച്ച യസീദ് ശാപപ്രാർത്ഥന ചൊല്ലുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അമാ വല്ലാഹി ലൗ അന്നി സാഹിബുക മാ ഖതൽതുക, നിന്റെ അരികിൽ യുദ്ധത്തിന് വന്നത് ഞാനായിരുന്നെങ്കിൽ ഹുസൈനെ ഞാൻ താങ്കളെ കൊല്ലുമായിരുന്നില്ല എന്ന് യസീദ് ഇബ്നു മുആവിയ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിരപരാധിയായ അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത പക്ഷം ഒരു വ്യക്തിയെ ക്രൂശിക്കാൻ അഹ്ലുസുന്ന തയ്യാറായിട്ടില്ല. യസീദിനെ ചീത്ത പറയാത്തതിൻ്റെ പേരിൽ അഹ്ലുസുന്നയെ വിമർശിക്കുന്നവരുമുണ്ട്. ഈ വിഷയത്തിൽ തെളിവിൻ്റെ ബലമില്ലാതെ ഒരു വ്യക്തിയെ നമുക്ക് ക്രൂശിക്കാനാവുകയില്ല എന്നതിൻ്റെ പേരിൽ അഹ്ലുസുന്ന യസീദിൻ്റെ വിഷയത്തിൽ നാവിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതും ഷിയാക്കൾ ദുരുപയോഗം ചെയ്യുന്നു, ദുർവ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് അഹ്ലുസുന്നയുടെ നിലപാട്, ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള മറ്റു പരാമർശങ്ങൾ എൻ്റെ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി ഹഫിളഹുല്ലാ അദ്ദേഹം നടത്തിയ ഒരു ഖുതുബ നമുക്ക് യൂട്യൂബിൽ കിട്ടും. അതുപോലെ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാ അദ്ദേഹം ഈ വിഷയത്തിൽ കുറച്ച് മുമ്പ് നടത്തിയ ഒരു ചരിത്ര പഠന ക്ലാസ് നമുക്ക് ലഭ്യമാണ്. ഇതല്ലാത്ത നിലക്കുമുള്ള ചില സ്രോതസ്സുകളൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കും. ഈ വിഷയത്തിൽ കൂടുതൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അൽ ബിദായ വൻ നിഹായ എന്ന ഇബ്നു കസീർ റഹിമഹുള്ളയുടെ കിതാബ് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല ഒരു സ്രോതസ്സായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങൾ പഠിക്കാനും യഥാർത്ഥ അഹ്ലുസുന്നയോടൊപ്പം അടിയുറച്ചു നിൽക്കാനും വ്യതിചലിക്കാതെ ഈമാനോടെ മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുന്ന മുഅ്മിനുകൾക്ക് അള്ളാഹു പ്രയാസങ്ങൾ നീക്കം ചെയ്ത് ആഫിയത്തോടു കൂടി മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.